എല്ലാവർക്കും ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പാപവും വിശുദ്ധിയും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. യേശു സർവാധിപതിയായ ദൈവമാണ്. അവൻ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. പാപത്തിൻ്റെ വസ്ത്രം നമ്മളിൽ നിന്ന് ഊരിയെറിഞ്ഞ് വിശുദ്ധിയുടെ കവചം ധരിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം നമ്മളിൽ വന്നു നിറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. നിയമജ്ഞരും ഫരിസേയരും കൂടെ അവളെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. മോശയുടെ നിയമപ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം. യേശു ഈ സ്ത്രീയെ എങ്ങനെ വിധിക്കുമെന്നറിയാൻ അവർക്ക് ആകാംക്ഷയായി. അവർ യേശുവിനോട് ചോദിച്ചു, നീ എന്തു പറയുന്നു? പാപം എന്ന വസ്തുതയാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിയത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വിശ്വസിക്കാതെ പോയ മനുഷ്യൻ ദൈവം പറഞ്ഞ സത്യത്തെ സംശയിച്ചുകൊണ്ട് പിശാച് പറഞ്ഞ കള്ളം ഉൾക്കൊണ്ട് ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ഫലം ഭക്ഷിച്ചു. പാപിയായിത്തീർന്ന മനുഷ്യന് തേജസ് നഷ്ടപ്പെട്ടു. ഈ പാപിനിയായ സ്ത്രീയെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ യേശു സൗഖ്യദായകനാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ സ്ത്രീയുടെ ജീവിതം മാറുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യേശു പറഞ്ഞു, 7-ാം വാക്യം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് കാണാം, ചുറ്റും നിന്നവർ കല്ലുകൾ താഴെയിട്ട് ദൂരേക്ക് പോയി. യേശു അവളെ ശാരീരിക മരണത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതോടൊപ്പം അവളെ നിത്യമായ ആത്മീയ മരണത്തിൽ നിന്നും യേശു മോചിപ്പിക്കുന്നത് കാണാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യം, യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഇത് കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിലൊരു പരിവർത്തനമുണ്ടായി. ശത്രു കരുതിയ ഒരു കല്ല് പോലും അവളുടെ മേൽ പതിഞ്ഞില്ല. യേശു ഇവൾക്ക് വേണ്ടി സംസാരിച്ചതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത്. പാപത്തിലായിരുന്ന ഈ സ്ത്രീ ആത്മീയ മരണത്തിലാണെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ഈ അവസ്ഥയിൽ നിന്നും മോചിതയാകാൻ നീ ഇനിമേൽ പാപം ചെയ്യരുതെന്ന് യേശു അവളോട് പറയുന്നു. ഈ ഭാഗം വളരെ ഗൗരവമായി നമ്മുടെ ജീവിതത്തിലും ഏറ്റെടുക്കണം. ഇനിമേൽ പാപം ചെയ്യരുത്, പൊയ്ക്കൊള്ളുക. നമ്മുടെ ജീവിതത്തിലും പാപകരമായ അവസ്ഥയുണ്ട്. പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഒരുപാട് അകലെയാണ്. നാം എപ്പോഴും മടങ്ങി വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപം മനുഷ്യനെ തകർത്ത് കളയുന്ന ഒന്നാണ്. പിശാച് പറയുന്ന കള്ളത്തരങ്ങൾ വിശ്വസിച്ച് പ്രലോഭനത്തിൽ വീഴുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും ക്രമേണ അകന്നു പോകുന്നു. പാപം വഴി നിങ്ങളിലേക്ക് പ്രവേശിച്ച നിരാശ, കുറ്റബോധം, ആകാംക്ഷ, ഉത്കണ്ഠ എന്നിവയെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. സാത്താൻ നിങ്ങളിൽ പ്രവേശിക്കുന്നതിൻ്റെ അടയാളമാണ് നിരാശ, കുറ്റബോധം, കള്ളത്തരം തുടങ്ങിയ ചിന്തകൾ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാപവും രോഗവും ആത്മീയ മരണവും സംഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. യേശു അവരെ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകേണ്ടത് ഭൗതിക കാര്യങ്ങളിലല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ്. യേശു ഈ ഭൂമിയിൽ വന്നത് നമ്മളാകുന്ന ഓരോ വ്യക്തികളിലും ഒരു മാറ്റമുണ്ടാക്കാനും നമുക്ക് നിത്യജീവൻ തരുവാനുമാണ്. വചനം പറയുന്നു, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം എന്നെയും നിങ്ങളെയും എത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ നൽകിയാണ് നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ ജീവിതത്തിലെ കടബാധ്യത, രോഗം, തകർച്ചകൾ എല്ലാം മാറാനായിട്ട് ഒറ്റ ഓപ്ഷൻ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അത് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന പാപത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിയണം. തിരുവചനം പറയുന്നു, ഹെബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന
ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. തുടർന്നുള്ള വചനം പറയുന്നു, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. വീണ്ടും വചനം പറയുന്നു, ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കുവിൻ. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾ ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. തിന്മ വരുന്ന വഴി, ശാപം വരുന്ന വഴി, പാപം വരുന്ന വഴി, രോഗം വരുന്ന വഴി, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പാപത്തിലൂടെയാണ്. വചനം പറയുന്നു, വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. വീണ്ടും വചനം പറയുന്നു, ഹെബ്രായരുടെ ലേഖനം 9-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ, അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്നും എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ആകയാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്നേക്കുമായി നിങ്ങളെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്നും യേശുവിൻ്റെ രക്തം നിങ്ങളെ വീണ്ടെടുക്കുന്നു. കാരണം ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിനു പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. കാരണം ഒരു കുരുടന് മറ്റൊരു കുരുടനെ വഴി നടത്താൻ പറ്റില്ല. അതായത് പാപമില്ലാത്തവന് മാത്രമേ ഒരു പാപിയെ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റൂ. നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രേഷ്ഠനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. വചനം പറയുന്നു, വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, അതെ, യേശു പരിശുദ്ധനാണ്. വീണ്ടും തിരുവചനം പറയുന്നു, 1 പത്രോസ് 1-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങൾ, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. 17-ാം വാക്യം പറയുന്നു, ഓരോരുത്തനെയും പ്രവർത്തികൾക്ക് അനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത് അവൻ്റെ പാപമോചനമാണ്. പാപമോചനം ലഭിച്ചു കഴിഞ്ഞ് അവൻ ദൈവത്തോടൊപ്പം ഒരു നല്ല ജീവിതം നയിക്കുന്ന വ്യക്തിയായി മാറണം. ഇല്ലെങ്കിൽ നാം ഓടിയതെല്ലാം വ്യർത്ഥമാണ്. ഒരുപക്ഷെ വീഴ്ചകൾ വന്നേക്കാം, തെറ്റുകൾ ഉണ്ടായേക്കാം. പക്ഷേ മകനെ, മകളെ, നീ മടങ്ങി വരണം, ഇനിമേൽ പാപം ചെയ്യരുത് എന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. ദൈവിക സന്തോഷം നഷ്ടപ്പെട്ടവരോട് നിങ്ങൾ തിരിച്ചു വരാൻ മടിക്കരുതേ, യേശു നിങ്ങളുടെ വരവ് കാത്തിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് വേടിക്കുക. അവൻ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. വചനം പറയുന്നു, സങ്കീർത്തനം 32:5, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവ ഉപേക്ഷിക്കുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കും. ഒരു പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി നമ്മെ തന്നെ ചുരുക്കിക്കളയുന്നു. ആയതിനാൽ പാപത്തെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രരാവുക. വചനം പറയുന്നു, വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഒരു രോഗി ഡോക്ടറോട് തൻ്റെ രോഗവിവരങ്ങൾ വിശദമായി പറയുന്നത് പോലെ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ മോചനം നേടണം. സങ്കീർത്തനം 39:11 തിരുവചനം,
പാപനിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു. അമേരിക്കയിലെ നിക്കി ക്രൂസിൻ്റെ മാനസാന്തര കഥ നമുക്കിവിടെ ഓർക്കാം. നിക്കി ക്രൂസ് ഒരു കൊലയാളി ഒരു രാത്രിയിൽ അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നു. സ്റ്റീഫൻസൺ എന്ന മിഷണറി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നിക്കി ക്രൂസിനോട് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു. നിക്കി ക്രൂസ് ചാടി എഴുന്നേറ്റിട്ട് പിസ്റ്റൾ ചൂണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഒരു പ്രാവശ്യം കൂടി യേശു എന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ 1000 തുണ്ടുകളാക്കും. സ്റ്റീഫൻസൺ പറഞ്ഞു, നീ എന്നെ 1000 തുണ്ടുകളാക്കിയാലും ആ 1000 തുണ്ടുകളും എഴുന്നേറ്റ് യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്ന് വിളിച്ചു പറയും. കാരണം യേശു സ്നേഹമാണ്. പിന്നീട് ഈ നിക്കി ക്രൂസ് അമേരിക്കയിലെ അറിയപ്പെടുന്ന വലിയ ഒരു സുവിശേഷകനായി മാറി. തെറ്റുകൾ വരുത്താതിരിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമാണ്. എന്നാൽ ചെയ്തു പോയ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തി അതിനെ ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് അതിൽ നിന്നും സ്വതന്ത്രനായി നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ ദൈവകൃപയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, പാപമോചനമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.